ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല പ്രശ്നം, ഇന്ന് വിശ്വാസികളും തമ്മിലാണ്. അത് ഒരു മതത്തിൽ തന്നെയല്ല, എല്ലായിടത്തും അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മതങ്ങളുടെ പേരിലും മതങ്ങൾക്കുള്ളിലും ലോകത്തുണ്ടാകുന്ന ഭിന്നതകൾ സമൂഹത്തിൽ അസമാധാനവും ആശങ്കയും ഉളവാക്കുന്നു എന്ന് എം.എ. യൂസഫ് അലി. ശ്രേഷ്ഠ കത്തോലിക്ക ബസോലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ഓർമ്മദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രേഷ്ഠ ബാവ വളരെ എളിമയോടുകൂടി ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല ഇതര ജനവിഭാഗങ്ങളെ പരിപാലിക്കുകയും അവരുടെ മനസ്സുകളിൽ സ്ഥാനം നേടുകയും ചെയ്ത വലിയ പിതാവായിരുന്നു എന്നും അദ്ദേഹം പഠിപ്പിച്ചു തന്ന മാതൃകകൾ തനിക്കും പാഠമാണെന്നും എം.എ. യൂസഫ് അലി ഓർമ്മിപ്പിച്ചു. എളിമയും സ്നേഹവും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ദീർഘദൃഷ്ടിയും കൈമുതലായുള്ള ബാവ തിരുമേനിയുടെ വിയോഗം യാക്കോബ സഭയ്ക്ക് മാത്രമല്ല ഒരു സമൂഹത്തിനും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ബലഹീനനായ ഞാൻ എന്നാണ്. ഞാൻ പറയും, ബാബ തിരുമേനി അങ്ങ് ബലഹീനനല്ല, അങ്ങയുടെ കൂടെ കാണുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരുടെയും ശക്തിയുണ്ട്. അതുകൂടാതെ എന്നെ പോലെ അങ്ങയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശക്തിയുണ്ട്. ആയതുകൊണ്ട് അങ്ങ് ബലഹീനൻ ആണെന്ന് പറയരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും. പുള്ളി അത് പറഞ്ഞ് തിരിക്കാറുമുണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒരുപാട് രാഷ്ട്ര നേതാക്കളെ കാണാൻ പോവുകയുണ്ട്. ബഹുമാനപ്പെട്ട ഗുജറാത്ത് ഭരണാധികാരിയെ കാണാൻ പോയി അവിടെ ഒരു പള്ളിക്ക് വേണ്ടി. ഞാനാണ് തിരുമേനിയുടെ ഒപ്പം വന്നത്. ഇന്ന് ഫുജറയിൽ പള്ളിയുണ്ട്. ഞങ്ങൾ ആ ലൈനിൽ പള്ളി വെക്കാൻ വേണ്ടി പോയി. അവിടെ ഒരു പള്ളിയുണ്ട്. ഇനി അടുത്ത ദിവസം തന്നെ വീണ്ടും 1-2 സ്ഥലങ്ങളിൽ പള്ളിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കാൻ ബഹുമാനപ്പെട്ട ഗ്രിഗോറിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അതും ഉടനെ സംഭവിക്കുകയാണ്. ഞാനും അദ്ദേഹവുമായി വളരെ ആത്മബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി സക്കായി വാസ് പത്രിയാർക്കീസ് എനിക്ക് കമാൻഡർ തന്നത്. അദ്ദേഹത്തിൻ്റെ എളിമയാർന്ന ജീവിതവും ആതിഥ്യ മര്യാദയും സ്നേഹവും ഹൃദയസ്പർശിയായി പല അവസരങ്ങളിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യം അദ്ദേഹവുമായി ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അറിവിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. പ്രായോഗികമായ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. ഞാനടക്കം പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. സഭയുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കർമ്മനിരതനായ തിരുമേനിയുടെ നിര്യാണത്തിൽ സഭയ്ക്കും സഭാ അംഗങ്ങൾക്കുമുള്ള എൻ്റെ അഗാധമായ ദുഃഖമറിയിക്കുന്നതോടൊപ്പം ഇത് താങ്ങുവാനുള്ള കരുത്ത് സഭയ്ക്കും സഭാംഗങ്ങൾക്കും സർവശക്തനായ ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ശ്രേഷ്ഠബാവയുടെ ജീവചരിത്രമടങ്ങുന്ന 3 വാല്യങ്ങളുള്ള മലങ്കരയുടെ യാക്കോബ് ബുർദാന എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. ആധുനിക കാലഘട്ടത്തിൽ യാക്കോബായ സുറിയാനി സഭയെ പ്രതിസന്ധികളിൽ നിന്നും വീണ്ടെടുക്കുവാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത മഹാപ്രധാന ആചാര്യനായിരുന്നു ശ്രേഷ്ഠ കത്തോലിക്ക ബാവയെന്നും പാത്രിയാർക്കീസ് ബാവ തിരുമേനി പറഞ്ഞു. And today we appreciate greatly the words of His Excellency the Chief Minister during the funeral of Catholicos Bawa, where he repeated his promise to help this church which is being persecuted, to help this church survive and acquire its own identity. He himself remind us of his promise during the life of the late Catholicos when we were here in this place celebrating the 50th Episcopal Jubilee of late Catholicos in February of this year, few months ago. Back then, the Chief Minister made a promises in front of the late Catholicos, and he himself, the Chief Minister, repeated that promise during the funeral. ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സന്ദർഭത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഒരു ഉറപ്പ് നൽകുകയുണ്ടായി. ഈ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അസ്തിത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ സഭയ്ക്കുടെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം നൽകിയതായ വാഗ്ദാനം
നമ്മുടെ ബാബാ തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷയുടെ സമയത്ത് ആ ഭൗതിക ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം അത് ആവർത്തിച്ചു. ഈ സഭയുടെ അസ്തിത്വം നിലനിർത്തുവാൻ ഞാൻ ബാബായ്ക്ക് കൊടുത്ത വാഗ്ദാനം ഞാൻ നിർവഹിക്കുമെന്നുള്ളത് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചതും നാം മറന്നിട്ടില്ലല്ലോ. For the presence of our beloved dignitaries here, members of the Society of Kerala, both politicians and others, and we appreciate their presence and their paying respect to the late Catholicos. However, we are particularly joyful to have among us a friend, a real friend of the late Catholicos and a friend of our church, Mr. Yusuf Ali. I say a friend because he truly showed his support and his sympathy and his help when the church needed that. And we very much appreciate that, and we pray for him and his family, and especially for his good health. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുടെ സാന്നിധ്യം ഞാൻ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി അക്കൂട്ടത്തിൽ നമ്മുടെ ആദരണീയനായ പത്മശ്രീ കമാൻഡർ യൂസഫ് അലിയുടെ സാന്നിധ്യം പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു. കാരണം പരിശുദ്ധ സഭയ്ക്ക് എവിടെയെല്ലാം സഹായഹസ്തങ്ങൾ ആവശ്യമുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച് സഭയുടെ ഒരു ഉത്തമ സ്നേഹിതനായി നിൽക്കുന്ന അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ഒരു ഉത്തമ സ്നേഹിതൻ കൂടെയായിരുന്ന ആദരണീയനായ ശ്രീ യൂസഫ് അലിയുടെ സാന്നിധ്യം അത്യധികം നമ്മെ സന്തോഷിപ്പിക്കുന്നു. And it was because of that special relationship with the Catholicos and in appreciation of all that he has done for the church that the late Patriarch of blessed memory, Maranatha Zaka first granted the Patriarchal Medal and the rank of Commander to Mr. Yusuf Ali, which is a very rare occasion. Usually it's given to members of the church, children of the church, but giving it to Mr. Yusuf Ali shows that he is for us a great friend and he is one of us. നമുക്കറിയാം പരിശുദ്ധ സഭയിലെ കമാൻഡർ സ്ഥാനം എന്ന് പറയുന്നത് സഭയിൽ ചുരുക്കം പേർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു സ്ഥാനമാണ്. എന്നാൽ സഭയ്ക്ക് പുറത്ത് അത് അത്യപൂർവമായി മാത്രം നൽകിയിട്ടുള്ളതായ ഒരു സ്ഥാനമാണ് കമാൻഡർ സ്ഥാനം. ആദരണീയനായ ശ്രീ യൂസഫ് അലി ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയ മഹത്തായ സേവനങ്ങളും ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ ബാബാ തിരുമേനിയോടും ഈ പരിശുദ്ധ സഭയോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലുമെല്ലാം കണക്കിലെടുത്ത് കാലം ചെയ്ത പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാ പ്രഥമൻ ബാവ അദ്ദേഹത്തെ കമാൻഡർ സ്ഥാനം നൽകി ഈ പരിശുദ്ധ സഭ ആദരിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. Dearly beloved, More Basilius Thomas First is not among us in his body physically anymore, but he continues to be with his holy church, with our church, with all of you, through his prayers and for his intercession on our behalf in front of God's throne. നമ്മുടെ ബാബാ തിരുമേനി ഭൗതികമായി ശാരീരികമായി ഇന്ന് നമ്മോട് കൂടെയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ബാബാ തിരുമേനി ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ സഭയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മോട് കൂടെയായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ശ്രേഷ്ഠ കത്തോലിക്ക ബസോലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ഓർമ്മദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആമുഖ പ്രസംഗത്തിൽ തന്നെ വഴി നടത്തിയ പിതാവായിരുന്നു ശ്രേഷ്ഠ ബാവ എന്നും വിശ്വാസി ഹൃദയങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ബാവയ്ക്കുണ്ടായിരുന്ന സ്ഥാനമാണ് ബാവ കാലം ചെയ്ത സമയത്തും ഈ 40ാം ദിവസം വരെയും തുടർച്ചയായി നടന്ന കുർബാനയിലും ശുശ്രൂഷകളിലും വിശ്വാസികളുടെ പങ്കാളിത്തമെന്നും മലങ്കര മെത്രോപോലിത്തായും കത്തോലിക്കേറ്റ് അസിസ്റ്റന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയും ഓർമ്മപ്പെടുത്തി. എത്രയോ വേദികളിൽ പുണ്യശ്ലോകനും ശ്രേഷ്ഠനുമായ ബാബ തിരുമേനി അനുകൂല കാലാവസ്ഥയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, വിനയത്തിന്റെ മാതൃക കൊണ്ട്, എളിമയുടെ പര്യായം കൊണ്ട്, ആത്മീയതയുടെ വിശുദ്ധി കൊണ്ട്, തേജസ്സോടുകൂടി 5 പതിറ്റാണ്ട് കാലം
യാക്കോബായ സുറിയാനി സഭയെ നയിക്കുന്നത് കലങ്ങി മറിഞ്ഞ് കലുഷിതമായ ഒരു സഭാ നൗകയുടെ അമരത്തിൽ നിന്നുകൊണ്ടായിരുന്നു എന്നുള്ളത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. രാവിലെ പാത്രിയാർക്ക സെന്ററിൽ നിന്നും സഭാഭാരവാഹികളായ വൈദിക ട്രസ്റ്റി ഫാദർ ജോയി ജോർജ് കട്ടച്ചിറ വിശുദ്ധ ഗ്രന്ഥവും, സഭാ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുലകൻ, വി സിബ്ലായും ജോർജ് ജേക്കബ് സി മാത്യു പാത്രിയാർക്ക പതാകയുമേന്തി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം പാത്രിയാർക്കീസ് ബാവയെയും സഭയിലെ അഭിവന്ദ്യരായ തിരുമേനിമാരെയും ദൈവാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. മലങ്കര മെത്രോപൊലിത്ത ജോസഫ്, മോർ ഗ്രിഗോറിയസ്, എബ്രഹാം മോർ സെവേറിയോസ് എന്നിവർ സഹകർമ്മികരായിരുന്നു. വിശ്വാസികളിൽ നിന്നും ശ്രേഷ്ഠ കത്തോലിക്ക ബാവ തിരുമനസ്സിന് കൈമുത്തായി ലഭിച്ച തുകകളിൽ നിന്ന് സ്വരൂപിച്ചു വെച്ചിരുന്ന നാമമാത്രമായ തുകയിൽ നിന്ന് ഒന്നാം ഘട്ടമായി 11 പള്ളികൾക്ക് 1,00,000 രൂപ വീതം തന്റെ തൃക്കരങ്ങളാൽ നൽകി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രകാശനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പായി നമുക്ക് ആദരിക്കപ്പെടേണ്ട ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമുണ്ട്. പരിശുദ്ധ ആദരിക്കുന്ന അനുഗ്രഹീതമായ സമയം.